ഇന്നേ വരെ ഗസയിലെ മക്കളെ തളർത്താൻ കഴിയാത്തതെന്തോ എന്താണെന്നറിയോ? അവരാ ഉപരോധത്തിനെ എങ്ങനെ മറികടക്കണമെന്ന പാഠം പഠിച്ചതും മദീനയിലെ പാഠശാലയിലോ. അല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേര് ഈ ആകാശത്തെ സൃഷ്ടിച്ച അല്ലാഹ്, ഭൂമിയെ സൃഷ്ടിച്ച അല്ലാഹ്. കഴിഞ്ഞ 3 ദിവസമായി ഗസയിലെ ഉമ്മമാർക്ക് വെള്ളമില്ല, ഗസയിലെ കുടുംബങ്ങളിൽ വിളക്കുകളില്ല, ഗസയിലെ പട്ടണത്തിൽ വിദ്യുച്ഛക്തിയില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, ആഹാരമില്ല. സ്വന്തം മക്കളും മുലപ്പാലിന് വേണ്ടി കരയുമ്പോ ഭക്ഷണമില്ലാത്തതിന്റെ പേര് മുലപ്പാല് പറ്റിപ്പോയ മാറിടങ്ങളുമായി ഗസയിലെ അമ്മമാര് പൊട്ടിക്കരയുമ്പോ ഭക്ഷണമില്ലാതെ ഉപരോധം ഏർപ്പെടുത്തിയിട്ട്, വൈദ്യുതി ഇല്ലാതെ ഉപരോധം ഏർപ്പെടുത്തിയിട്ട്, വെള്ളം കൊടുക്കാതെ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ഇന്നേ വരെ ഗസയിലെ മക്കളെ തളർത്താൻ കഴിയാത്തതെന്തോ എന്താണെന്നറിയോ? അവരാ ഉപരോധത്തിനെ എങ്ങനെ മറികടക്കണമെന്ന പാഠം പഠിച്ചതും മദീനയിലെ പാഠശാലയിലോ. അല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേര് ഈ ആകാശത്തെ സൃഷ്ടിച്ച അല്ലാഹ്, ഭൂമിയെ സൃഷ്ടിച്ച അല്ലാഹ്. അമേരിക്ക ഇസ്രയേലിന്റെ കൂടെ, ഇന്ത്യ ഇസ്രയേലിന്റെ കൂടെ. ഇന്ത്യ ഇതുവരെ പലസ്തീന്റെ കൂടെയായിരുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക നയം 1992 രൂപീകരിക്കപ്പെട്ട കാലം മുതലാണ് മെല്ലെ മെല്ലെ സാമ്പത്തിക നയത്തിന് അമേരിക്കയുടെ പിന്തുണ വേണം. എന്താ വഴി? ഇസ്രയേലിനെ പിടിക്കുക. അങ്ങനെ തുടങ്ങി വെച്ചത് ഇപ്പൊ പൂർത്തീകരിച്ചു. അക്കാലത്തേക്ക് മാറി. പക്ഷേ പലസ്തീനിന്റെ വിമോചന പോരാളി യാസർ അറഫാത്തിനെ 2 കൈകൾ കൊണ്ട് ചേർത്ത് നിൽക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ ചിത്രമുണ്ട് നമ്മുടെ ഫയലുകളിൽ. ഇന്ദിരയുടെ ചിത്രം. ഇന്ത്യ കണ്ട ഉരുക്കു പ്രധാനമന്ത്രി ഫലസ്തീനിന്റെ ആത്മാവിനെ ചേർത്ത് പിടിച്ചു ലോകത്തിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച ഫലസ്തീനിന്റെ വിമോചന പോരാളി യാസർ അറഫാത്ത്. ഇന്ദിരാഗാന്ധി ചേർത്താണ് പിടിക്കണത്. അക്കാലമൊക്കെ കടന്നുപോയി. വൻ ശക്തികൾ ഇസ്രയേലിന്റെ കൂടെ. അതിനെയൊക്കെ മറികടന്ന് 40 കിലോമീറ്റർ നീളമുള്ള 20 കിലോമീറ്റർ വീതിയുള്ള ഈ കൊച്ചി രാജ്യത്തിന് ജയിക്കാൻ കഴിയുമോ? കഴിയില്ല. ആമുഖമൊന്നും ആവശ്യമില്ലാത്ത വിധം കലാപകലുഷിതമായ ഒരു കാലത്തു ഹൃദയം മുഴുവനും സങ്കടങ്ങളാൽ കഥകൾ പറയുന്ന ഒരു കാലത്ത് നിരപരാധികളായ ഒരു ജനതയുടെ കവിൾത്തടത്തിലൂടെ തടം തല്ലി ആഴ്ത്തുടുക്കുന്ന കണ്ണീർ മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നോവായി പെയ്തിറങ്ങുന്ന ഒരു കാലത്ത് നിസ്സഹായരായ ഒരു ജനതയുടെ മേൽ അധിനിവേശത്തിന്റെ പേരിൽ ആയുധത്തിന്റെ വർഷം നടത്തുന്ന അധിനിവേശ കടുകന്മാരുടെ ക്രൂരതകൾ കണ്ട് മനസ്സാക്ഷിയുള്ള ലോകം മരവിച്ചു പോയ ഒരു കെട്ടുകാലത്ത് പിഞ്ചു കുഞ്ഞുങ്ങളെയും ഒക്കത്തേറ്റി രക്ഷപ്പെടാനുള്ള തുരുത്തുകളോത്ത് ഓടുന്ന പാവപ്പെട്ട അമ്മമാരുടെ മുകളിലേക്ക് ബോംബ് വർഷം നടത്തിയിട്ട് കൈക്കരുത്ത് കാണിക്കുന്ന കടുകന്മാരുടെ കാലത്ത് ഒരിക്കൽ കൂടി ലോകത്തിന്റെ ഇരുണ്ട താഴ്വരകളിൽ നിന്ന് മദീന താഴ്വരകളിലേക്ക് ലോകം ഉറ്റുനോക്കുന്ന, ലോകത്തിലെ മനുഷ്യത്വം പഠിപ്പിച്ചു കൊടുത്ത മാനവികതയുടെ മഹാചാര്യൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപ്പിറവിയുടെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്തപ്പെടുന്ന ഒരു കാലത്ത് ഹുബ്ബുർ റസൂൽ എന്ന് പറഞ്ഞാൽ അവദാനങ്ങളൊക്കെ നാം പാടിപ്പുകഴ്ത്തുന്നതോടൊപ്പം തന്നെ ഈ കാലവും സമൂഹവും കാതോർത്തു നിന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് വേണ്ടി ലോകം കാതോർക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വടക്കേക്കാട് സെന്ററിൽ ഞാൻ എന്റെ പ്രഭാഷണം നിർവഹിക്കുന്നത്. ഒഴിവാക്കാൻ കഴിയില്ല, പറയാതിരിക്കാൻ കഴിയില്ല. ബഷീർ ഫൈസി തുടങ്ങി വെച്ച അവിടെ നിന്ന് ഹമാസിന്റെ പ്രിയപ്പെട്ട മക്കളെ 1948 മുതൽ ആഗോള വ്യാപകമായി അടിച്ചമർത്തപ്പെട്ട ആ ജൂത സമൂഹത്തിന് തലചായ്ക്കാൻ ഒരൽപ്പം ഇടവും ചുട്ടടക്കാൻ ഭക്ഷണവും കൊടുത്ത പാവപ്പെട്ട പലസ്തീനിലെ അറബികളെ അധിനിവേശത്തിന് മുന്നിൽ 6 അടി മണ്ണ് പോലും കൊടുക്കാതെ അങ്ങകലേക്ക് ആഞ്ഞെറിയുവാനുള്ള അധിനിവേശ ശക്തികളുടെ ആഗ്രഹം അമേരിക്കയുടെ ജാരസന്താനമായി ഇസ്രയേലിന്റെ പിറവികൾ കൊണ്ട് ആരംഭിച്ച ആ നരനായാട്ട് ആകാശലോകത്തുകൂടി ബോംബർ വിമാനങ്ങൾ തീതുപ്പി ഒരു ജനത മുഴുവനും ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്കപ്പുറം
തന്റെ പ്രബോധന ജീവിതത്തിന്റെ പ്രഥമമായ പ്രതിരോധത്തിന്റെ കാലഘട്ടവും കഴിഞ്ഞ് മക്ക രാജ്യത്തിന്റെ കട്ടപ്പാടുകളുടെയും പീഡനത്തിന്റെയും താടനത്തിന്റെയും കാലം കഴിഞ്ഞ് പിന്നീട് മദീന താഴ്വരകയും സഹാനുഭൂതിയുടെയും സഹവർത്തിത്വത്തിന്റെയും കാലം പറഞ്ഞ അൻസാറുകളോട് ചേർത്തുനിന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് സമർപ്പിച്ചു കൊടുത്ത ഒരു മദീനയുടെ മാതൃക. സഹോദര, ലോകത്തിലെ ഏറ്റവും പ്രതിരോധ സാന്ദ്രതയുള്ള സിറ്റി ഏതാന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അതിന് നിങ്ങൾക്ക് മറുപടി കിട്ടുന്നത് വളരെ വ്യത്യസ്തമായ മറുപടിയാണെങ്കിൽ ഈ ഹുബ്ബുർ റസൂൽ സദസ്സിന് ഞാൻ പറയാ, ലോകത്തിലെ ഏറ്റവും പ്രതിരോധ സാന്ദ്രതയുള്ള സിറ്റി ഏതാന്ന് ചോദിച്ചാൽ ലോകത്തിന് പറയാനൊരു മറുപടിയേ ഉള്ളൂ, അത് ഗസയാണ്. 40 കിലോമീറ്റർ നീളമുള്ള 20 കിലോമീറ്റർ വീതിയിൽ കിടക്കുന്ന ലോകത്തിലെ ആയുധ സന്നാഹമില്ലാത്ത, നാവികപ്പടയില്ലാത്ത, എണ്ണം പറയാവുന്ന സൈനിക പടയില്ലാത്ത, കമാൻഡർമാരുടെ എണ്ണം കുറഞ്ഞ, എന്നാൽ അമേരിക്കയുടെ ജാരസന്താനമായ ഇസ്രയേലിന്റെ വിമാനഭേദ പീരങ്കികളുടെ മുമ്പ് കല്ലും കവണയും ഉപയോഗിച്ചിട്ട് ഇന്തിഫാദയിലൂടെ ചെറുത്തു നിൽക്കുന്ന ഫലസ്തീനിലെ പോരാളികൾ പാർക്കുന്ന ഗസ, അമേരിക്കയുടെ നാവിക സൈന്യം വന്നിട്ട് കടലിൽ വന്നിട്ട് ഗസയെ കീഴടക്കാൻ കഴിയാത്തതെന്താ? യൂറോപ്പിന്റെ ശക്തികൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ട് കല്ലുമുണ്ട് നടക്കുന്ന ഫലസ്തീനിലെ ഇടയപാലന്മാരെ തോൽപ്പിക്കാൻ കഴിയാത്തതെന്താ? ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും പിന്തുണ കൊടുത്തിട്ടും കുറെ നാളുകളായി ബഷീർ ഫൈസി പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ നാഗരിക ചിഹ്നമായ എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 17 മാസക്കാലം നെഞ്ച് തിരിച്ച് നമസ്കരിച്ച കദിനറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമായി ഫലനുവല്ലിയന്നക ഖിബലതൻ തർലാഹാ. നെഞ്ചഭിമുഖമായിരിക്കുമ്പോ നയനങ്ങളെ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിച്ചു വെച്ച് ഒരു വലിയ ചരിത്രത്തിന്റെ പാഠശാലയ്ക്ക് തിരികൊളുത്തിയ, പ്രതലം കൊളുത്തിയ എന്റെ ഹബീബിനെ നെഞ്ചു തിരിച്ച 17 മാസക്കാലം നെഞ്ചു തിരിച്ച് നമസ്കരിച്ച ബൈത്തുൽ മുഖദ്ദസില്ലേ, ആ മുഖദ്ദസിന്റെ മോചനത്തിനു വേണ്ടി പോരാടുമ്പോ എന്റെ സഹോദര, വടക്കേക്കാടുള്ള ഈ ഒരു ചെറിയ സദസ്സിൽ ഇപ്പോൾ കരണ്ട് പോയാലുള്ള അവസ്ഥ എന്താ? ഈ കാണുന്ന വർണ്ണ ബൾബുകളും മിടിയടയ്ക്കുകയില്ലേ? ചൂട് കാരണത്താൽ നമ്മൾ വല്ലാതെ പിളരുകയില്ലേ? ഇവിടെ നിന്ന് സദസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയില്ലേ? പക്ഷേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പങ്കളെ, കഴിഞ്ഞ 3 ദിവസമായി ഗസയിലെ ഉമ്മമാർക്ക് വെള്ളമില്ല, ഗസയിലെ കുടുംബങ്ങളിൽ വിളക്കുകളില്ല, ഗസയിലെ പട്ടണത്തിൽ വിദ്യുച്ഛക്തിയില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, ആഹാരമില്ല. സ്വന്തം മക്കളും മുലപ്പാലിന് വേണ്ടി കരയുമ്പോ ഭക്ഷണമില്ലാത്തതിന്റെ പേര് മുലപ്പാല് പറ്റിപ്പോയ മാറിടങ്ങളുമായി ഗസയിലെ അമ്മമാര് പൊട്ടിക്കരയുമ്പോ ഭക്ഷണമില്ലാതെ ഉപരോധം ഏർപ്പെടുത്തിയിട്ട്, വൈദ്യുതി ഇല്ലാതെ ഉപരോധം ഏർപ്പെടുത്തിയിട്ട്, വെള്ളം കൊടുക്കാതെ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ഇന്നേ വരെ ഗസയിലെ മക്കളെ തളർത്താൻ കഴിയാത്തതെന്താ? എന്താണെന്നറിയോ? അവരാ ഉപരോധത്തിനെ എങ്ങനെ മറികടക്കണമെന്ന പാഠം പഠിച്ചത് മദീനയിലെ പാഠശാലയിലാ. അല്ലാ എന്ന് പറഞ്ഞതിന്റെ പേര് ഈ ആകാശത്തെ സൃഷ്ടിച്ച അല്ലാ, ഭൂമിയെ സൃഷ്ടിച്ച അല്ലാ, നബൂലകളും താരകങ്ങളും താരാപഥങ്ങളും ഗാലക്സികളും തരിക്കളും താരകങ്ങളും തടാകങ്ങളും എന്നു വേണ്ട ഈ സകലമാന ചേതനവും അചേതനവുമായ വസ്തുക്കളെ സൃഷ്ടിച്ച് സംഹരിച്ചു പരിപാലിച്ചു പോകുന്നവന് ഒരേ ഒരു അല്ലാഹു റബ്ബുൽ ഇസ്സത്താണെന്ന് പറഞ്ഞതിന്റെ പേര് മക്കയിലെ അധിനിവേശികളില്ലേ, ഇസ്രായേലി ജൂദായിസത്തിന്റെ മുന്നാമ്പുറക്കാർ ആ ഇസ്രായേലിനെ നട്ടുവളർത്തിയ ജാരസന്താനമായി ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്രായേലിന് പാലുകൊടുത്ത അമേരിക്കയില്ലേ, സാമ്രാജ്യത്വ ശക്തികളില്ലേ, അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ കഥ അവർക്കറിയുന്നുണ്ട്. അവസാനം ഒരാൾ ഉരിയാടാനില്ലാതെ, ഒരാൾ മിണ്ടാനില്ലാതെ നേരിട്ടൊന്ന് കണ്ടു പുഞ്ചിരിച്ചാൽ ഉക്കാലാ താഴ്വരയിലൂടെ അതുവരെ തോളിൽ കൈയിട്ട് നടന്ന കുടുംബക്കാര് പോലും മുഖം തിരിച്ചു കളഞ്ഞപ്പോ
കച്ചവടം നടത്താൻ കഴിയാതെ വീട്ടിൽ പട്ടിണിയായപ്പോ ഇന്ന് ഗസ അനുഭവിക്കുന്ന അതേ ദുരിതം ആദ്യം കടന്നു വന്ന എന്റെ ഹബീബിന്റെ വീട്ടിലാ. ഗസയിലെ പെണ്ണുങ്ങളുടെ വിശപ്പറിഞ്ഞത് ആദ്യമായിട്ട് എന്റെ ഹബീബിന്റെ ഭാര്യ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ ഉപരോധത്തിന് വീർപ്പ് മുട്ടിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വിശന്നൊട്ടിയ വയറ് കാണുമ്പോ അന്നേ വരെ മൂടിപ്പുതച്ച് കിടക്കുന്ന ഒരു കമ്പിളി പുതപ്പിന്റെ കഷണം എടുത്തു കൊടുത്തിട്ടിയാ നബിയെ, ഇനി കമ്പിളി പുതപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങളുടെ കയ്യിലേക്ക് മൂടിക്കിടക്കുന്ന പുതപ്പിന്റെ ചിന്തെടുത്തു കൊടുത്ത ഖദീജ റളിയല്ലാഹു അൻഹാ. പന്നേ ഗസയിൽ പോയി ജീവിതം പഠിക്ക. പട്ടിണി വരുമ്പോ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന ഭാര്യമാര് ഗസയിലില്ല. പ്രയാസം വരുമ്പോ ഭാര്യ എറിഞ്ഞു കൊടുക്കുന്ന ഭർത്താക്കന്മാര് ഗസയിലില്ല. ഈ ദുരിതത്തിന്റെ ബോംബുകളുടെ ഇടയിൽ തങ്ങളുടെ സ്വൈര്യ ജീവിതം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട്, അടിച്ചു പൊളിച്ചു ജീവിതം നയിക്കാൻ പറ്റാത്തത് കൊണ്ട് മാതാപിതാക്കളുടെ നേരെ വിരൽ ചുണ്ടുന്ന മക്കള് ഗസയിലില്ലടാ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട തുരുത്തുകളിൽ ചിന്താശേഷി പണയപ്പെടുത്തി അന്ധവിശ്വാസത്തിന്റെയും അരാജകത്വത്തിന്റെയും അശ്ലീലത്തിന്റെയും വഴിയിലൂടെ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സോഷ്യൽ മീഡിയയിൽ റീലൊന്ന് കണ്ടു നോക്ക. സിനിമാ താരത്തിന്റെ അല്ല, അർദ്ധനഗ്നകളുടേതല്ല, ആപാദചൂടം വിവസ്ത്രരായവരുടേതല്ല. ഇമാം മഹ്ദി ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് ഇമാം മഹ്ദിയെ, ഇമാം മഹ്ദി യാ സാദിഖൽ വഅദി എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് ഇമാം മഹ്ദിയുടെ വരവും കാത്തിരിക്കുന്ന ഫലസ്തീനിലെ യുവാക്കളിൽ കണ്ടുപഠിക്കടാ മോനെ യുവാവാരാണെന്ന്. എന്റെ ഹബീബിന്റെ കുദുസ് മോദിപ്പിക്കുന്നത് വരെ എനിക്ക് വിശ്രമമില്ലെന്ന് പറഞ്ഞ് കലാശ്രീക്കേവ് തോക്കുകളും പുറത്തു വെച്ചുകൊണ്ടിരിക്കുന്ന അധിനിവേശ പട്ടാളത്തിനോട് നേരെ കൈ ചൂണ്ടിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയാൻ കഴിയുന്ന യുവത്വമാണ് അവിടെ. അതുകൊണ്ടാണ് തന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ വിഷം തൊട്ടിയപ്പോ കിടക്കുന്ന പുതപ്പെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് യാ റസൂലല്ലാഹ്, നബിയെ കൊണ്ടുപോയി ഉക്കാലാ ചന്തയിൽ വിറ്റിട്ട് ഭക്ഷണം കഴിച്ചുകൊള്ളൂ എന്ന് സമർപ്പണത്തിന്റെ ഉദാത്ത ഭാവമായിട്ട് ഖദീജ റളിയല്ലാഹു തആല പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പുതപ്പും കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ മക്കയിലെ കമ്പോളത്തിലൂടെ നടന്ന് വ്യാപാര ഉപരോധം ഏർപ്പെടുത്തിയിട്ട് കഅബാലയത്തിന്റെ കറുത്ത ഭിത്തിയിൽ ഉപരോധത്തിന്റെ കടലാസ് തൂക്കിയ അഭിനവ അബൂജഹലുമാരുടെ ഇസ്രയേലിന്റെ മൂത്താപ്പയായ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മൂത്താപ്പ അബൂജഹലിന്റെ ഉപരോധത്തിന്റെ കടലാസ് കഷണത്തിന് മുമ്പിൽ ഹബീബായ നബി തങ്ങളോട് ഒരാൾ പോലും മിണ്ടാട്ടമില്ല. കച്ചവട സാധനം വാങ്ങിക്കാൻ കൈ നീങ്ങുന്നില്ല. വൈകുന്നേരം തളരുന്ന കാലടികളോട് ഇറയുന്ന കണ്ണുകളോട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഖദീജ, ഈ പുതപ്പൊരാളും വാങ്ങിക്കുന്നില്ല മോളെ എന്ന് പറഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട പതിതയുടെ മുമ്പിൽ നിൽക്കുമ്പോ പ്രിയപ്പെട്ട ഭർത്താവിനെ ചേർത്ത് പിടിച്ചിട്ട് ഞാനല്ലേ കൂടെയുള്ളതെന്ന് പറഞ്ഞ് ശൂബൈ അബൂ താലിബിന്റെ മലഞ്ചെരിവിൽ 2 വർഷം ഉപരോധം ഏർപ്പെടുത്തപ്പെട്ട അന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കാനില്ലാതെ വെള്ളം കുടിക്കാനില്ലാതെ ശുബൈ അബൂ താലിബിന്റെ മലഞ്ചെരിവിൽ ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ കാട്ടിക്കൊണ്ടത് ആടുകള് കാട്ടിക്കുന്നത് പോലെയാ. ആടിന്റെ കാട്ടം കണ്ടിട്ടില്ലേ പച്ചിലേ ഉണ്ടാവുകയുള്ളൂ. ഭക്ഷണമില്ലാത്തത് കൊണ്ട് അബൂ താലിബിന്റെ മലഞ്ചെരുവില് ഈ തപ്പന മരങ്ങളുടെ ഉണങ്ങിയ ഇല കഴിച്ചിട്ടാണ് 2 വർഷം ഞങ്ങൾ വിശപ്പടക്കിയത്. അന്ന് ഹബീബായ നബി ഞങ്ങളും കാട്ടിച്ചിരുന്നത് ആടുകള് വിസർജിക്കുന്നത് പോലെയായിരുന്നെന്ന് ഉപരോധത്തിന്റെ കഥ പറഞ്ഞ് ആ ഉപരോധത്തിന്റെ കഥകളിൽ നിന്ന് പിന്നെ യൂറോപ്പിന്റെ മിനാരങ്ങളിലേക്ക് പതാക ഉയർത്തിക്കൊടുത്ത മദീനയുടെ പാഠശാലയിൽ നിന്നാണ് ഒരു ഉപരോധത്തിന്റെ ആദ്യ പാഠം പഠിച്ചത്. ആദ്യത്തെ ഉപരോധം ശുബൈ അബൂ താലിബിൽ നിന്ന് പഠിച്ചവരാണ്.
അതിന്റെ പ്രതിരോധത്തിന്റെ പാഠം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഇന്ന ദീനല്ലദീരിസു ഇലൽ മദീന. കാലങ്ങൾ എത്ര പോയാലും ദീനിന്റെ മടക്കം മദീനയിലേക്കാണ്. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാടുന്നതിനും പറയുന്നതിനും പാടി പുകഴ്ത്തുന്നതിനും അപ്പുറം കാലത്തോട് ചേർത്ത് വെച്ച പ്രവാചകന്റെ വാക്കുകളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജനതയെ എങ്ങനെയാ തകർക്കാൻ കഴിയുക? ഫലസ്തീൻ എന്ന ഇട്ടാവട്ടത്തിൽ ഇവിടുത്തെ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ വലിപ്പമില്ലാത്തൊരു പ്രദേശത്തെ തകർക്കാൻ ലോകരാഷ്ട്രങ്ങൾ അരനൂറ്റാണ്ട് കൊണ്ട് പരിശ്രമിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ അത് സാധ്യമാവില്ല. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഞാനും സന്ദർശിച്ചിട്ടുണ്ട് ബൈത്തുൽ മുഖദ്ദസ്. ഫൈസി സന്ദർശിച്ചു. ഇസ്രായേലിലെ ജൂതന്മാരെ അടക്കപ്പെടുന്ന ശ്മശാനത്തിന്റെ മുകളിൽ ഒരു കുന്നുണ്ട്. ആ കുന്നിന്റെ മുകളിലൂടെ എന്റെ ആദ്യ യാത്ര. ഇത് അനുഭവത്തിന്റെ പാഠമാണ്. ആദ്യ യാത്രയിലെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ എന്റെ സംഘാംഗങ്ങളുമുണ്ട് കൂടെ. എന്റെ ആദ്യ യാത്രയിൽ ഞങ്ങളെ അമ്പരപ്പെടുത്തിയിട്ടൊരു കൊച്ചു ചെറുപ്പക്കാരൻ 10 വയസ്സോ 11 വയസ്സോ, അവനൊരു സ്കൂൾ ബാഗും തൂക്കി മെല്ലെ ഇങ്ങനെ റോഡരികിലൂടെ ഏകനായിട്ട് നടന്നു പോവുകയാണ്. അവന്റെ മുഖം കണ്ടാൽ അറിയാം അവന്റെ മുഖത്ത് എന്തൊക്കെയോ വലിയ വിഷമങ്ങളുണ്ട്, എന്തൊക്കെയോ വലിയ പ്രയാസങ്ങളുണ്ട്. ഞാൻ വെറുതെ ആ മോൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോ എന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ മെല്ലെ ഒന്ന് അടുത്ത് ചെന്ന് സോപ്പിട്ടുന്നൊരു വർത്താനമൊക്കെ പറഞ്ഞ് സലാമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ? അറബിയിൽ അവൻ സ്ഫുടമായി സംസാരിച്ചു, അബ്ദില്ല. എന്റെ പേര് അവനോട് ആദ്യം ഞാൻ ചോദിച്ചു, എന്താണ് നീ എത്രയിലാ പഠിക്കുക? അവൻ എന്നോട് പറഞ്ഞു, അവിടുത്തെ 4ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ. ഇവിടത്തെ പോലെയല്ല, കരിക്കുലവും അതൊന്നും അവിടെ ഇല്ല. തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ ഇടയിലെ ഏതോ ഒരു പള്ളിക്കൂടത്തിലാണ്. ഞാൻ അവനോട് ചോദിച്ച ചോദ്യത്തിനോട് കൂടെ ഞാൻ ചോദിച്ചു, മോനെ നിന്റെ വീട് എവിടെ? അവൻ ചൂണ്ടിക്കാണിച്ചു തന്നു, മറുഭാഗത്തൊരു ചെറിയ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളുടെ ഒരു താഴ്വരയിൽ, അവിടെയാണ് എന്റെ വീട്. മോനെ നിന്റെ വാപ്പ എവിടെ? ചോദിച്ച ഉടനെ 11 വയസ്സുള്ള പലസ്തീൻ ബാലന്റെ കണ്ണുകളിൽ എവിടെയോ സജലങ്ങളാകുന്നത് പോലെ എനിക്ക് തോന്നി. അവനവന്റെ വിരലുയർത്തിയിട്ട് മുകളിലോട്ട് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇലാ റഹ്മത്തില്ലാ, എന്റെ വാപ്പ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. വല്ലാത്ത ഒരു ആ പൈതലിനോട് വാപ്പയോ ചോദിച്ച വല്ലാത്ത സങ്കോചത്തിൽ ഒരു അനാഥനായ ബാലനോട് പിന്നെ അവന്റെ ആകെ ആശ്രയം അവന്റെ ഉമ്മയല്ലേ? ആ സങ്കടത്തെ മറികടക്കാൻ ആശ്വാസത്തിന്റെ ഒരു മറുചോദ്യം ചോദിച്ചു, മോനെ അപ്പൊ ഉമ്മയോ? അതേ വിരലുയർത്തിയിട്ട് ആ 11 വയസ്സുകാരൻ എന്നോട് പറഞ്ഞു, ഇലൽ ജന്ന, എന്റെ ഉമ്മയും സ്വർഗത്തിലേക്ക് പോയി. പറയാൻ പറ്റോ വടക്കേ കാട്ടിലെ ഏതെങ്കിലും ഒരാൾക്ക് വാപ്പയും ഉമ്മയും മരിച്ചുപോയ 11 വയസ്സുകാരനോട് എന്റെ മരിച്ചുപോയ വാപ്പ അള്ളാന്റെ റഹ്മത്തിലേക്കാ പോയതെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന, എന്റെ ഉമ്മയെ നാളെ നിന്റെ സ്വർഗത്തിന്റെ കവാടത്തിൽ ഞാൻ കണ്ടുമുട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു 11 വയസ്സുകാരൻ, ഇലൽ ജന്ന, എന്റെ ഉമ്മ സ്വർഗത്തിലേക്ക് പോയി. ആ ധീരമായ മറുപടിയുടെ മുമ്പിൽ ഞാൻ അവനോട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുമ്പോ വാപ്പയും ഉമ്മയും ബാല്യത്തിലെ നഷ്ടപ്പെട്ടു പോയൊരു അനാഥ ബാലൻ. ഞാൻ അവനോട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ? അവൻ പറഞ്ഞു, എന്റെ പേര് അഹ്മദ് യാസീൻ. ഷെയ്ഖ് അഹമ്മദ് യാസീൻ, മരണപ്പെട്ടു പോയ ഫലസ്തീനിന്റെ പോരാളിയുടെ പേര്, നാമകരണം ചെയ്യപ്പെട്ട പേര്. അബ്ദുള്ള എന്ന് പറഞ്ഞവന് സ്വാഭാവികമായിട്ട് അറബികൾ പറയുന്ന പേരാണത്. അഹമ്മദ് യാസീൻ, അബ്ദുള്ള അഹമ്മദ് യാസീൻ. അവന്റെ ധീരമായ മറുപടിയുടെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നിട്ട് അവസാനം തോളിലൂടെ കൈയിട്ടിട്ട് ഞാൻ പറഞ്ഞു, മോനെ വാപ്പയുമ്മയൊന്നും ഇവിടെ ഇല്ലല്ലോ, നീ ഇവിടെ ഒറ്റക്കല്ലേ? അവൻ പറഞ്ഞു, എന്റെ 2 അനുജത്തിമാരെ ഇവന്മാര് കൊന്നുകളഞ്ഞു. അപ്പുറത്ത് തോക്കേന്തി നിൽക്കുന്ന സൈനിസത്തിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് എന്റെ കൂടപ്പിറപ്പുകളെയും എന്റെ വാപ്പയും ഉമ്മയും ഇവര് കൊന്നുകളഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ നീ എന്റെ കൂടെ ഇന്ത്യയിലേക്ക് വാ, അവിടെ ഈ കുഴപ്പമൊന്നുമില്ല. നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി നല്ല പഠിപ്പിച്ച് ഡോക്ടറാക്കാം, നിന്നെ ഞാൻ എഞ്ചിനീയർ ആക്കാം. നീ ഇന്ത്യയിലേക്ക് എന്റെ കൂടെ വരുന്നോ എന്നൊരു ആശ്വാസത്തിന്റെ കേവലമായ ഒരു ചോദ്യം സാധ്യമല്ലെന്ന് എനിക്കറിയാം. ഞാൻ ചോദിച്ചപ്പോ അതുവരെ ആട്ടുംകുട്ടിയെ പോലെ നിന്ന് ആ കുട്ടി എന്റെ കൈ തട്ടിമാറ്റി വല്ലാത്തൊരു നോട്ടത്തോടെ എന്നോട് ചോദിച്ചു, നിന്റെ കൂടെ എഞ്ചിനീയർ ആവാൻ ഞാൻ ഇന്ത്യയിലേക്ക് വന്നാൽ എനിക്കെങ്ങനെ ഷഹീദാവാൻ പറ്റും? ഞാനിവിടെ ഷഹീദാവാൻ വേണ്ടി നടക്കാൻ. എന്റെ വാപ്പയും ഉമ്മയും പോയെടുത്തേക്ക്
എന്റെ കൂടപ്പിറപ്പുകൾ പോയിടത്തേക്ക് പോവാൻ ഞാനിവിടെ നിൽക്കുകയാണ്, എനിക്കങ്ങനെ ഷഹീദാവാൻ പറ്റും എന്ന് ആ ഇസ്രയേലിന് അധിനിവേശ പട്ടാളത്തിന്റെ ഇടയിലൂടെ ഷഹീദാവാനുള്ള മാർഗം തേടി നടക്കുന്ന ഈ ഒരു തലമുറയുടെ മുമ്പിൽ ആർക്കാണ് ജയിക്കാൻ പറ്റുക? മരണത്തെ പേടിയില്ലാത്തവനെ കൊല്ലാൻ ആർക്കെങ്കിലും പറ്റൂ? ഇവിടെ ഒരുത്തനെ നിങ്ങൾ കൊല്ലാൻ പോവാ, 10 പേരുണ്ട് അവനെ കൊല്ലാൻ. പക്ഷേ ആ ഒരുത്തന് മരിക്കാൻ പേടിയില്ല, ബാക്കി കൊല്ലാൻ വരുന്ന 10നും മരിക്കാൻ പേടിയാ. പരാജയിക്കുക. ആ വരുന്ന 10 പേര് അവന്റെ വെട്ടി ഇങ്ങോട്ടേക്കാതെ പരമാവധി ഒഴിഞ്ഞു മാറിയല്ലേ നിൽക്കൂ. പക്ഷെ കൊല്ലപ്പെടാൻ പോകുന്ന ഒരാൾ, അവന് ആ മരണത്തെ പേടിയയില്ല. അവൻ മരിച്ചാൽ സ്വർഗമെന്ന് കരുതുന്ന, ഷഹീദാണെന്ന് കരുതുന്ന അവനെ എങ്ങനെയാണ് തകർക്കാൻ കഴിയുക? അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് ഫലസ്തീനിനെ വിലയിരുത്താൻ വേണ്ടി നിൽക്കണ്ട. നമ്മൾ ദീർഘായുസ് കിട്ടാ സൂറത്ത് തോബയുടെ ആയത്ത് 3 പ്രാവശ്യം ഓതിയിട്ട് കിടക്കുന്ന ആളുകളാണ്. നമ്മളിവിടെ ഇരുന്ന് ഹമാസിന്റെ ഫലസ്തീനിലെ മക്കളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. നമ്മൾ ദീർഘായുസ് കിട്ടണ സൂറത്തും ദിക്റും നോക്കി കിടക്കണം. നമുക്ക് അവരെ കുറിച്ച് എങ്ങനെയാ പറയാ? അവരെ തോൽപ്പിക്കാൻ പറ്റുമോ? മനുഷ്യന്മാരെ പറ്റൂല്ലോ? ഇല്ല, ഉറപ്പാണ്. മുഖദ്ദസ് പിടിച്ചടക്കുക തന്നെ ചെയ്യും. ഹബീബ് പറഞ്ഞ കാലത്തേക്ക് ഈ സമൂഹം എത്തും. ലാ തഖൂമുസ്സാഅ ഹത്താ യുഖാതിലുൽ മുസ്ലിമൂനൽ യഹൂദ്. മുസ്ലിമീങ്ങളും യഹൂദികളും തമ്മിൽ പരസ്യമായിട്ടൊരു യുദ്ധമുണ്ടായി. അവർ പരാജയപ്പെട്ട് മാളങ്ങളിലും പാടങ്ങളിലും മരത്തിന്റെ പുറകിലും ഒളിച്ച് ജീവന് വേണ്ടി യാചിക്കുന്ന ഒരു കാലം വരുമെന്ന് പറഞ്ഞത് മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് ഹുബ്ബ്. കാമുകി പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കലാണ് കാമുകന്റെ ഹുബ്ബ്, അല്ലെ? ഹുബിന് അങ്ങനെ ചില മാനദണ്ഡങ്ങളുണ്ട്, പ്രണയത്തിന് അങ്ങനെ ചില മാനദണ്ഡങ്ങളുണ്ട്. ലൈലയും മജ്നൂനും. മജ്നൂനോട് ചോദിച്ചു, ലൈല എന്തിനു പ്രേമിക്കണം? അവള് കറുത്തതല്ലേ? കറുത്തവളെ പ്രേമിച്ച മജ്നൂന് അതിനൊരു കാരണമുണ്ട്, കറുപ്പല്ല. യഖൂലു ലൈല അസ്വദുൻ ഹബശിയ ലൗലാ സവാദുൽ മിസ്കി മാ കാന ആലിയ. മജ്നൂൻ പറഞ്ഞ മറുപടി, എല്ലാരും പറഞ്ഞു കറുത്ത പെണ്ണിനെ നീ എന്തിനു പ്രേമിക്കണമെന്ന്. ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു, ലൗലാ സവാദുൽ മിസ്കി മാ കാന ആലിയ, കറുപ്പുള്ള മിസ്കിനല്ലേ, കറുപ്പ് നിറമുള്ള മിസ്കിനല്ലേ ലോകത്തെ ഏറ്റവും വിലയെന്ന്. അത് പ്രണയത്തിന്റെ മറുപടിയാണ്. ബദറുൽ മുനീറും ഹുസ്നുൽ ജമാലും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ, അല്ലേ? കൈസും മജ്നൂനും, ബദറുൽ മുനീറും ഹുസ്നുൽ ജമാലും. ഫ്രഞ്ച് സാഹിത്യത്തിലുണ്ട് റോമിയോയും ജൂലിയറ്റും, ചങ്ങമ്പുഴയുടെ രമണനും ചന്ദ്രികയും, മജീദും സുഹറയും. മജീദിന്റെ കാലിൽ മുറിവ് വന്നത് വല്ലാതെ പഴുത്ത് കണ്ടാൽ അറയ്ക്കുന്ന രീതിയിൽ ചലമിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ ആ മജീദിന്റെ പഴുത്തിരിക്കുന്ന കാലിലെ മുറിവിൽ സുഹറ കൊണ്ടുപോയി ചുണ്ടുവെച്ച് ഉമ്മ വെക്കുന്നുണ്ട്. കാരണം സുഹറയ്ക്കത് സ്വർണ്ണപാതുകമാണ്. പ്രണയത്തിന്റെ മാനദണ്ഡം അങ്ങനെയാണ്. ഈ എല്ലാ കാര്യങ്ങളും ആ ഹബീബ് പറഞ്ഞ കാലത്തേക്ക് ഇപ്പൊ നോക്കുമ്പോ അമേരിക്ക ഇസ്രയേലിന്റെ കൂടെ, ഇന്ത്യ ഇസ്രയേലിന്റെ കൂടെ. ഇന്ത്യ ഇതുവരെ ഫലസ്തീന്റെ കൂടെ ആയിരുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക നയം 1992 രൂപീകരിക്കപ്പെട്ട കാലം മുതലാണ് മെല്ലെ മെല്ലെ സാമ്പത്തിക നയത്തിന് അമേരിക്കയുടെ പിന്തുണ വേണം. എന്താ വഴി? ഇസ്രയേലിനെ പിടിക്കുക. അങ്ങനെ തുടങ്ങി വെച്ചത് ഇപ്പൊ പൂർത്തീകരിച്ചു. അക്കാലത്തേക്ക് മാറി. പക്ഷേ ഫലസ്തീനിന്റെ വിമോചന പോരാളി യാസർ അറഫാത്തിനെ 2 കൈകൾ കൊണ്ട് ചേർത്ത് നിൽക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ ചിത്രമുണ്ട് നമ്മുടെ ഫയലുകളിൽ. ഇന്ദിരയുടെ ചിത്രം. ഇന്ത്യ കണ്ട ഉരുക്കു പ്രധാനമന്ത്രി ഞങ്ങൾക്ക് സമാധാനം വേണമെന്ന് പറഞ്ഞ് ഐക്യരാഷ്ട്രസഭയിലേക്ക് ഒരു കൈയിൽ AK-47 മറുകൈയിൽ സമാധാനത്തിന്റെ അടയാളമായ ഒലിവ് മരത്തിന്റെ കമ്പും പിടിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിലോട്ട് കടന്നു ചെന്നിട്ട്, ഞാൻ ഏതാണ് പ്രയോഗിക്കേണ്ടത്? നിലനിൽപ്പിന് വേണ്ടി വലത്തെ കൈയിലെ തോക്ക് പ്രയോഗിക്കണോ, അതല്ല സമാധാനത്തിന്റെ ഒലിവ് മരങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് തരുമോ എന്ന് ലോകരാഷ്ട്രത്തോട് ചോദിച്ച ഫലസ്തീനിന്റെ വിമോചന പോരാളി ആ കറുത്തയും കറുപ്പും വെള്ളയുമുള്ള കഫിയ തലയിൽ ചുറ്റി ഫലസ്തീനിന്റെ ആത്മാവിനെ ചേർത്ത് പിടിച്ചു ലോകത്തിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച ഫലസ്തീനിന്റെ വിമോചന പോരാളി യാസർ അറഫാത്ത്. ഇന്ദിരാഗാന്ധി ചേർത്താണ് പിടിക്കണത്. അക്കാലമൊക്കെ കടന്നുപോയി. ലോക സഖ്യര വൻ ശക്തികൾ ഇസ്രയേലിന്റെ കൂടെ. അതിനെയൊക്കെ മറികടന്ന് 40 കിലോമീറ്റർ നീളമുള്ള 20 കിലോമീറ്റർ വീതിയുള്ള ഈ കൊച്ചി രാജ്യത്തിന് ജയിക്കാൻ കഴിയുമോ? കഴിയില്ല.
ചിലർ ഗൂഗിളിൽ നോക്കുന്നു ജയിക്കില്ല. നമ്മുടെ ഏറ്റവും വലിയ മഹാനായ അധ്യാപകനാണ് ഗൂഗിൾ. അധ്യാപകന് പകരം ഗൂഗിൾ കൊള്ളാം, പക്ഷേ ഗൂഗിൾ വഴിതെറ്റിക്കും. അധ്യാപകൻ വഴിതെറ്റിക്കില്ല. അധ്യാപകന് പകരം ഇപ്പൊ എന്തിന് അധ്യാപകൻ, ഗുരു എന്തിന്, എല്ലാം ഗൂഗിൾ പറയും. പിന്നെ ഉസ്താദ് എന്തിന്, മുക്കറി എന്തിന്, മുയിലിയാർ എന്തിന്, എല്ലാം ഗൂഗിളിൽ നോക്കിയാൽ മതി. ഗൂഗിളാണ് അധ്യാപകൻ. ഗൂഗിൾ അധ്യാപകന്റെ സ്ഥാനത്ത് നിൽക്കും, പക്ഷെ ഗൂഗിൾ കൊണ്ടുപോയി കുഴി ചാടിക്കും അവസാനം. ഇപ്പൊ 3 പേര് മരിച്ചു വഴിതെറ്റി. പക്ഷെ അധ്യാപകൻ വഴിതെറ്റിക്കില്ല, നേരായ വഴി കാണിച്ചത്. അതുകൊണ്ട് അധ്യാപകന് പകരം ഗൂഗിളിനെ പ്രതിഷ്ഠിച്ചവർ സൂക്ഷിച്ചുകൊള്ളുക. ഞാൻ നിങ്ങളോടൊരു എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ഒരു വലിയ ചരിത്രം ഗസയോട് ചേർത്ത് വെക്കാൻ, ഈ ഇന്നത്തെ രാത്രിയിൽ ചേർത്ത് വെച്ച് നടക്കാൻ, ഈ 40 കിലോമീറ്റർ നീളമുള്ള 20 കിലോമീറ്റർ വീതിയുള്ള ഒരു രാജ്യത്തിന്, ആ രാജ്യത്തെ ഹമാസ് ഭീകരർ എന്ന് പദം ഉപയോഗിച്ച് മുഖപ്രസംഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടവരെ എങ്ങനെയാണ് മാനഭംഗം ചെയ്യപ്പെട്ട് തന്റെ പ്രിയപ്പെട്ട മകൾ മുമ്പിൽ കടന്ന് മാനഭംഗം ചെയ്യപ്പെടുമ്പോ ആ മാനഭംഗം ചെയ്യുന്നവന് നേരെ വിരൽ ചൂണ്ടുന്നവന് ഭീകരനും, പെണ്ണിന്റെ മാനത്തെ പിച്ചി ചിന്തി എറിഞ്ഞവൻ, ലോകത്തിന്റെ ജനാധിപത്യവാദിയുമാകുന്ന വൈരുദ്ധ്യാത്മക വാദമുണ്ടല്ലോ, ഒരേ സമയം ഇരയോടൊപ്പം കുതിക്കുകയും ഇരയോടൊപ്പം കിതയ്ക്കുകയും ചെയ്യുന്ന ഈ ശൃഗാല സമീപനം, ഒരേ സമയം വേട്ടക്കാരനോടൊപ്പം കുതിക്കുക, ഇരയോടൊപ്പം കിതയ്ക്കുക, എന്നിട്ടൊരു ശൃഗാല ബുദ്ധിയുടെ മൂടുപടമണിയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ശുഭപ്രതീക്ഷയാണ് ഹബീബിന്റെ ഏറ്റവും വലിയ സുന്നത്ത്. ഹബീബിന്റെ ഏറ്റവും വലിയ സുന്നത്ത് ശുഭപ്രതീക്ഷയാണ്. നമ്മൾ വാള് പറയാറില്ലേ, അഹ്സാബ് യുദ്ധത്തിൽ കിടങ്ങു കുടിക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ വയറ്റിൽ 2 കല്ല് കെട്ടിവെച്ചു. സഹാബത്തിന്റെ വയറ്റിൽ 1 കല്ല് കെട്ടി. എന്നിട്ട് നമ്മൾ വലിയ വഴല് പറയും, എന്തിനാണ് സഹോദരങ്ങളെ, അഹ്സാബ് എന്ന് പറഞ്ഞാൽ സഖ്യകക്ഷികൾ എല്ലാവരും ഒന്നിച്ച് ആക്രമിക്കാൻ വന്നപ്പോ വയറ്റിൽ കല്ല് കെട്ടിവെച്ചത് എന്തിനാണ്? നന്നായിട്ട് വിശക്കണ ഒരാളുടെ വയറ്റിൽ കല്ല് കെട്ടിവെച്ച വിശപ്പ് മാറുമോ? നന്നായിട്ട് വിശന്നിട്ട് കിടക്കുന്ന വയറ്റിൽ 2 കല്ല് കെട്ടിവെച്ചാൽ വിശപ്പ് മാറോ? ഇല്ല. പിന്നെന്തിനാ ഹബീബ് കല്ല് കെട്ടിവെച്ചത്? 3 ഭാഗത്തും സഖ്യകക്ഷികൾ ഇങ്ങനെ വലയം ചെയ്ത് എതിരാളികളെ തകർക്കാൻ കാത്തു നിൽക്കുമ്പോ വയറു വല്ലാതെ ഒട്ടിയാൽ മുതുകു കുനിയും. ആ മുതുകു കുനിയാതിരിക്കാനാണ് എന്റെ ഹബീബ് വയറ്റിൽ കല്ല് കെട്ടിവെച്ചത്. എതിരാളിയുടെ മുമ്പിൽ അവന്റെ നടുവൊന്ന് വളഞ്ഞിട്ടുണ്ടോ എന്ന് പോലും തോന്നിപ്പിക്കാതിരിക്കാനാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ സൈന്യാധിപനായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ല് കെട്ടിവെച്ചത്. എതിരാളിക്ക് തോന്നരുത് നടുവൊന്ന് വളഞ്ഞിട്ടുണ്ടെന്ന്. ഇവിടെ നിന്ന് പാഠം പഠിക്കണം.